പ്രിയപ്പെട്ട ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മളെ മറ്റൊരു ഭാഷയുടെ വശ്യതയിൽ കുറച്ചു നേരം നമ്മളെ ആറാടിപ്പിച്ച ശ്രീ രാമകൃഷ്ണൻ, പിന്നെ ശ്രീ സമദാനി, നമ്മളെടുത്ത് പറയേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ചിരിച്ചു എന്തെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് തിരിച്ചവിടെ വന്നിരുന്നത്. നമ്മളെ ഓർത്ത് ഒന്നും ആയിട്ടില്ല. ഒരു സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് കയറും. അത് അദ്ദേഹത്തിനും അറിയാം, നമുക്കും അറിയാം. വളരെ വിഷമിച്ചിട്ടാണ് അദ്ദേഹം പ്രസംഗം നിർത്തിയത്. കാരണം അത്രമാത്രം ഉള്ളിലിങ്ങനെ കിടക്കുന്നത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. പ്രഭാഷണം എന്ന് പറയുന്നത് ഒരു യാന്ത്രികമായ ഒരു വാഗ്ധോരണിയല്ല. അത് ഹൃദയങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ ശ്രീ സമദാനി നമുക്ക് നമ്മുടെ വിചാരങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ സാധിച്ച ശ്രീ സമദാനി, ബഹുമാന്യനായ MLA, അദ്ദേഹവുമായിട്ട് എനിക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഈ വേദികളൊന്നും ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ശ്രീ ശ്രീകുമാർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള തുഞ്ചൻ ഈ ട്രസ്റ്റിൻ്റെ അംഗങ്ങളെ, സദസ്സിൽ തന്നെയുള്ള വളരെ ആദരണീയനായിട്ടുള്ള ശ്രീ വെങ്കടാചലം, ശ്രീ മണമ്പൂർ രാജൻ ബാബു തുടങ്ങി വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ സമ്പന്നമായ സദസ്സിലുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാലും നടക്കുകയില്ല. അതാണ് അവസ്ഥ. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ അത് അപാരതയിൽ നിന്നൊരു ക്ഷണം പോലെയാണ് എനിക്ക് തോന്നിയത്. അപാരതയിൽ നിന്നൊരു നിമന്ത്രണം പോലെ ആണ് ശ്രീകുമാർ എന്നെ ക്ഷണിച്ചത്. MTയുടെ പേരിൽ ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം നാമകരണം ചെയ്യണം. അത് MTയുടെ പേരിൽ നമ്മൾ നാമകരണം ചെയ്യുകയാണ്. അതിന് വരണം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഡയറി ഒന്നും നോക്കേണ്ട കാര്യം ഉണ്ടായില്ല. ഇത് വരിക എന്നുള്ളതാണ്. ബാക്കി എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി വരിക എന്നുള്ളതല്ല, വേറെ ഒന്നും തന്നെ എൻ്റെ മുമ്പിലുണ്ടായിരുന്നില്ല. ആരോഗ്യം കുറച്ചുകൂടെ ഭേദമായിരുന്നു അന്ന്. ഏതായാലും ഇന്നിവിടെ വരാൻ സാധിച്ചു. MTയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും വാചാലരായി പോകുന്നത് ഒരർത്ഥത്തിലൊരു വൈരുദ്ധ്യമാണ്. കാരണം മൗനത്തെ ഇത്രയേറെ ഉപാസിച്ച ഒരു വ്യക്തിയെപ്പറ്റി പറയുന്നവരൊക്കെ ഇത്രയും വാചാലരാവുക എന്നൊരു വൈരുദ്ധ്യം. അത് MTക്ക് മാത്രമേ മൗനം കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കൂ. മിക്കവാറും എല്ലാ വികാരങ്ങളും MTക്ക് മൗനത്തിൽ വഴങ്ങും, നമുക്ക് പറ്റില്ല. അങ്ങനെയാണ് അത് അദ്ദേഹത്തെ അടുത്ത് ഇടപഴകിയവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സിദ്ധിയാണത്. മനുഷ്യരെ ഇത്രയേറെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് MTയുടെ ഏറ്റവും വലിയ മഹത്വം. അത് പറഞ്ഞാൽ MT അടുത്തറിയാത്തവർക്ക് ഒരു പക്ഷേ മനസ്സിലായി എന്ന് വരികയില്ല. ഓരോരുത്തരെക്കുറിച്ചുമുള്ള ഒരു കരുതൽ അദ്ദേഹത്തിനുണ്ട്. മറ്റൊന്ന്, ഞാനീ പറയുന്നത് ഒരു വലിയൊരു വൈരുദ്ധ്യമായിട്ട് തോന്നാം. ഇത്രയേറെ ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട് തൻ്റെ ഗുരുക്കന്മാരോടും പൂർവ്വസൂരികളോടും ഇത്രയേറെ വിനയാന്വിതനായ കടപ്പാട് സദാ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ തൻ്റെടിയും മാടമ്പിയുമായി നടക്കുന്ന ഈ MT വാസുദേവൻ നായർ എന്ന് പറഞ്ഞാൽ ആ MTയാണ് MT. രണ്ടുദാഹരണങ്ങൾ കൊണ്ട് ഞാനിത് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ടുദാഹരണങ്ങൾ. ഒന്ന്, അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററി എടുത്തു. അദ്ദേഹത്തിനിപ്പോൾ ഡോക്യുമെൻ്ററി സാഹിത്യ അക്കാദമിക്ക് വേണ്ടി എടുത്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ തകഴി ശിവശങ്കരപ്പിള്ളയെ പറ്റി ഒരു ഡോക്യുമെൻ്ററി എടുക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അക്കാദമിക്ക് എഴുതി കൊടുത്തു. അക്കാദമി പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. MT തന്നെ സ്ക്രിപ്റ്റ് എഴുതി, MT തന്നെ ക്യാമറയും ഒക്കെ എടുത്ത് തകഴിയിൽ പോയി, വള്ളത്തിൽ കയറി, തകഴി ചേട്ടൻ അവിടെയൊക്കെ നടത്തിച്ചു. ഗംഭീരമായിട്ട് 1-2 ദിവസം അവിടെ കൂടി നല്ല ഒക്കെ എടുത്തു വന്നു. എഡിറ്റ് ചെയ്തിട്ട് ഡബ് ചെയ്തു പടത്തിന്. പിന്നെ അതിൻ്റെ നറേഷൻ കൊടുക്കണമല്ലോ. അപ്പോൾ MT തന്നെയാണ് നറേറ്റ് ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ. അപ്പോൾ കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊരു പ്രൊഫഷണൽ വോയിസ് അല്ലായിരുന്നോ MT നല്ലത് എന്ന് എൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള വിവരക്കേട് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ MTയുടെ മറുപടി, ജയകുമാർ ചോദിച്ചത് ശരിയാണ്, എൻ്റെ ശബ്ദം ഈ കരകര ശബ്ദമാണത്, പക്ഷേ എനിക്കത് ചെയ്യണമായിരുന്നു, എനിക്ക് തന്നെ അത് ചെയ്യണമായിരുന്നു.
തകഴിയെക്കുറിച്ച് ഇതൊക്കെ എൻ്റെ സ്വരത്തിൽ തന്നെ എനിക്കത് ചെയ്യണമായിരുന്നു. അതെൻ്റെ സമർപ്പണമാണ്. തകഴിയോട് വ്യക്തിപരമായി പ്രത്യേകിച്ചൊരു കടപ്പാട് എം ടിക്കില്ല. പക്ഷേ തൻ്റെ ഭാഷയെ ഇത്രയും സമ്പന്നമാക്കിയ, തനിക്ക് മുമ്പേ നടന്നുപോയ ഒരു വലിയ എഴുത്തുകാരനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് എം ടിയുടെ ഭാഷയിലുള്ള ആ വാക്കാണ്, എം ടിയുടെ ഭാഷയിലുള്ളൊരു ആവിഷ്കാരമാണ് ആ ഡോക്യുമെൻ്ററിയും ആ ഡോക്യുമെൻ്ററിയുടെ ആ നറേഷനും. എം ടി തന്നെ പറയുന്നുണ്ട്, എൻ്റെ ശബ്ദം അത്ര നല്ലതല്ല, ഞാനൊരു നല്ല നറേറ്ററുമല്ല, പക്ഷേ എനിക്കത് ചെയ്യണമായിരുന്നു. അതാണ് എം ടി. പിന്നെ ഇത്തിരി പിന്നിലേക്ക് പോയാൽ ശ്രീലീലാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ എം ടി ഈ തുഞ്ചൻപറമ്പും എം ടിയും പിന്നെ ഞാനും എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ശീർഷകം ഉപയോഗിച്ചാൽ അതും പറഞ്ഞിട്ടുള്ളതാണ്. പണ്ട് വയലാറിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, അമ്മേ അവിടുത്തെ മുന്നിൽ ഞാനാര് ദൈവമാര്. അതിനകത്ത് പറയുന്നുണ്ട്, അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിൽ നമ്മൾ മൺപാവകളായിരുന്നു എന്ന് പറഞ്ഞാൽ, അമ്മ ഒരു കുഞ്ഞായിരുന്നപ്പോൾ, ശിശുവായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു കൊച്ചു ബാലികയായിരുന്നപ്പോൾ അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, മൺപാവ. ആ മൺപാവയാണ് പിന്നീട് അമ്മ വിവാഹിതയായി അമ്മയായപ്പോൾ ആ മൺപാവയാണ് ഞാനായി ജനിച്ചിരിക്കുന്നത്. അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിൽ നമ്മൾ മൺപാവകളായിരുന്നു എന്ന് പറയുന്നത് പോലെ ഏതൊരു നമ്മൾ പുറമേ കാണുന്ന ഒരു ആവിഷ്കാരത്തിൻ്റെയും പിന്നിൽ ആദ്യം അദൃശ്യമായ ഒരാശയമായി, ഒരു സങ്കല്പമായി, ഒരു ഭാവനയായി, ഒരു സ്വപ്നമായി ഒന്നുണ്ടാകും. അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിൽ നമ്മൾ എന്നതുപോലെ എം ജിയുടെ സ്വപ്നങ്ങളിൽ അന്ന് ഷേക്സ്പിയറുടെ സ്ഥലത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു മുഴുവൻ ദിവസവും ആ പുൽത്തകടിയിലൊക്കെ ചിലവഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ എം ടി ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഞാനും മാതൃഭൂമിയിലെ രാജഗോപാലും പുൽത്തകടിയിൽ കിടക്കുകയാണ്, നല്ല കാലാവസ്ഥയാണ്. അപ്പോഴാണ് എം ടി പറയുന്നത്, നമ്മുടെ മൂപ്പിലാണ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല, വളരെ അബ്സ്ട്രാക്ഷനാണ്. നമ്മുടെ ആ മൂപ്പിലാണ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, അവിടെ ഷേക്സ്പിയർക്ക് വേണ്ടി ആ നഗരവും നാടും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കണ്ട് ഓവർവെൽംഡായിരിക്കുകയാണ്, വികാരം കൊണ്ട് അഭിമാന വിജൃംഭിതമായിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു കലാകാരനോട്, ഒരു എഴുത്തുകാരനോട് സമൂഹം പ്രതികരിക്കേണ്ടത്. ഇങ്ങനെയാണ് കടപ്പാട് തീർക്കേണ്ടത്. ഷേക്സ്പിയർ വി ലവ് യു, വി ഓണർ യു, റെസ്പെക്റ്റ് യു എന്ന് സമൂഹം ഇതാ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ചുറ്റും കാണുകയാണ്. സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ എന്ന് പറയുന്നത് ഏവൻ നദിക്കരയിലാണിത്. ആ ഏവൻ നദിക്കരയിലൊക്കെ ഇപ്പോൾ നമ്മുടെ പുഴയിലൊക്കെ ഹംസങ്ങൾ ഇറങ്ങിയ ഹംസങ്ങൾ ചത്തുപോകും, വെള്ളഹംസം ഇറങ്ങി അത് കറുപ്പായി പോവും. അങ്ങനെയാണ്. ബ്ലാക്ക് സ്വാൻ എന്നൊരു പുസ്തകമുണ്ടല്ലോ, അത് റെയർ ഒക്കറൻസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ ഏതെങ്കിലും പുഴയിലിറങ്ങി കാളിന്തിയിലിറങ്ങിയാൽ ഒരു വെള്ളഹംസത്തെ കൊണ്ടിട്ടാൽ മതി, ഉടനെ കറുപ്പാവും. എന്നാൽ അവിടെ ഏവൻ നദിയിൽ ഇങ്ങനെ വെള്ളഹംസങ്ങൾ നീന്തി നടക്കുന്ന ഏവൻ നദിയുടെ കരയിൽ ഈ മഹാകവി ജനിച്ചു ജീവിച്ച പഴയ വീട് ഇപ്പോഴും അങ്ങനെ തന്നെ വച്ചിരിക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ചു എന്ന് വിചാരിക്കുന്ന തൂലികയും എല്ലാം ഉണ്ട്. അദ്ദേഹം നടന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട് വേറെയുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഹാംലെറ്റിൻ്റെ ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, മാക്ബത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, ലേഡി മാക്ബത്തിൻ്റെ ഉന്മാദത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ആത്മവിങ്ങൽ ഒക്കെ നമ്മളിങ്ങനെ അറിയുകയാണല്ലോ അവിടെ. അതാണ് ഒരു എഴുത്തുകാരനോട്, ഷേക്സ്പിയർ പോലുള്ളൊരു എഴുത്തുകാരനോട് സമൂഹം ചെയ്യേണ്ടത്. തിരിച്ചറിവെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് ഇതൊന്നും നമ്മളോട് പറയുന്നില്ല, നമ്മുടെ ആ മൂപ്പിലാനോട് ഒന്നും ചെയ്തില്ലല്ലോ, ഇത്രയും നമ്മൾ വായിച്ചോണം. ഞാനീ പറഞ്ഞതൊന്നും പറഞ്ഞതല്ല, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ ദെയർഫോർ ആ കടന്നു പോയതിന് ശേഷം, ആ നിശബ്ദതയിൽ ഇതെല്ലാം കടന്നു പോയതിന് ശേഷം അപ്പോഴും മാത്രമേ ഈ വാക്യത്തിന് അർത്ഥമുള്ളൂ. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ മൂപ്പിലാനോടൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. പിന്നെ നമ്മുടെ ഈ പൗലോ കൊയ്ലോയുടെ ഇപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യമുണ്ടല്ലോ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ ദ ഹോൾ യൂണിവേഴ്സ് കൺസ്പയർസ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ആ ഏവൻ നദിക്കരയുടെ പുൽത്തകടിയിലിരുന്ന് അന്നത്തെ അപരാഹ്നത്തിൽ എം ജി വളരെ തീക്ഷ്ണമായി, തീവ്രമായി, അഗാധമായി ആഗ്രഹിച്ചിട്ടുണ്ടാവണം, എൻ്റെ ഭാഷാപിതാവിന് വേണ്ടി ഒരു നല്ല സ്മാരകമുണ്ടാകണമേ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവണം. ആ ആഗ്രഹത്തിൻ്റെ അനുരണനങ്ങൾ അന്തരീക്ഷത്തിൽ പോയാണ് പിന്നീട് സംഭവ പരമ്പരകളായി തീരുകയും എം ഡി ഇതിൻ്റെ ചെയർമാനാവുകയും അങ്ങനെ
ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ സാംസ്കാരിക ദേവാലയമായി, തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറുകയും ചെയ്തത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഏറ്റവും ഉദാത്തമായിട്ടുള്ള ആവിഷ്കാരമായി ഇത് മാറിയത് ആ പ്രാർത്ഥനയുടെ വിശുദ്ധിയാണ്, ആ ആഗ്രഹത്തിൻ്റെ വിശുദ്ധിയാണ്. തനിക്ക് ആളാവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആവശ്യമില്ല. എം ടി വാസുദേവൻ നായർക്ക് എന്താളാവാനാണ്? എഴുതേണ്ടതെല്ലാം എന്നേ 30-ാം വയസ്സിലെ സെലിബ്രിറ്റി ആളാണ്. 30-ാം വയസ്സിൽ സെലിബ്രിറ്റി ആളാണ്. അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഈ ജോലികളൊക്കെ ചെയ്തിട്ട് ഇനി ആളാവേണ്ട കാര്യമില്ല. പക്ഷേ ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി. എൻ്റെ ഭാഷാപിതാവിനോടുള്ള എഴുത്തുകൊണ്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഭാഷയുടെ കരുത്ത് മനസ്സിലാക്കുന്ന ഞാൻ എൻ്റെ ഭാഷാപിതാവിനോട് ഇത് ചെയ്യാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണോ തകഴിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതി പടമെടുത്തിട്ട് എൻ്റെ ശബ്ദത്തിൽ കേട്ടെങ്കിലേ എനിക്കതിന് സുഖമുള്ളൂ എന്ന് പറയുന്ന എം ജിയെ പോലെ ഈ ആചാര്യന് ഞാനിതൊക്കെ ചെയ്തേ പറ്റൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ തിരൂരിലുള്ള ഈ തുഞ്ചൻ പറമ്പിനെ ഇന്ന് ഇന്ത്യയിൽ ഉണ്ട് അതെ, ഇൻ്റർവ്യൂ ചെയ്യല്ലേ. ഇന്ന് ഇന്ത്യ മുഴുവനുള്ള സകല എഴുത്തുകാർക്കും, ഏറ്റവും വലിയ എഴുത്തുകാർ പോലും നമ്മളെ കാണുമ്പോൾ പറയുന്നുണ്ട്, യെസ് യെസ് ഐ ഹാവ് കം ടു തിരൂർ, എം ഡി കോൾ മീ. അതാണ് അഭിമാനമാണ് അവരുടെ മുഖത്ത്. ആരെ കണ്ടാലും യെസ് യെസ് ഐ കെയിം ദെയർ ട്വൈസ്. തിരൂരുകാർ പിണങ്ങരുത് കേട്ടോ. ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ തിരൂരെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്രശസ്തമായ രാജ്യമായിരുന്നു പണ്ട് എഴുത്തച്ഛൻ്റെ കാലത്ത്. പിന്നീട് ഇതിന് പ്രശസ്തി എന്ന് പറഞ്ഞാൽ ഈ രാജ്യാന്തരമായിട്ടുള്ള ഈ ദേശത്തുള്ള എല്ലാ എഴുത്തുകാരുടെയും വഴികൾ ഈ തിരൂരിലേക്ക് വരുന്നു എന്നൊരവസ്ഥ ഉണ്ടാക്കിയത് ഈ മഹാനായ എഴുത്തുകാരൻ്റെ ആ ഒരു മാനസ നിർണയമാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, എങ്ങനെയാണോ എം ടി എഴുത്തച്ഛനോട് കടപ്പെട്ടിരുന്നത്, ഏതാണ്ട് അതേ അർത്ഥത്തിലും തീക്ഷ്ണതയിലും തീവ്രതയിലും നമ്മളും ആ മഹാമനുഷ്യനോട് കടപ്പെട്ടിരിക്കണം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം നാമകരണം ചെയ്യുമ്പോൾ അത് ചരിത്രം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു എന്താണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ, അല്ലെങ്കിൽ ഒരു കൃതജ്ഞതയുടെ ഒരു പ്രകാശനമായി മാത്രം ഞാനതിനെ കണ്ടുകൊള്ളട്ടെ. അതിന് ടാഗോർ പറയുമല്ലോ, ദൗ ഹാസ്റ്റ് മെയ്ഡ് മീ എൻലെസ്, അങ്ങനെ അനന്തമായി സൃഷ്ടിച്ചു. അങ്ങയുടെ ഈ അനന്തമായിട്ടുള്ള പാരിതോഷികങ്ങൾ ഇങ്ങനെ എൻ്റെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദുർബല ഭാജനത്തെ അങ്ങ് വീണ്ടും വീണ്ടും പാരിതോഷികങ്ങളാൽ നിറയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇത്രയും വലിയൊരു ജോലി ചെയ്യാൻ എൻ്റെ ഈ ദുർബലമായ കൈകളെയാണല്ലോ നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് ഓർക്കുമ്പോൾ ഈ അനന്തമായ അനുഗ്രഹത്തിന്, ഈ അനന്തതയുടെ അനുഗ്രഹത്തിന് ഞാൻ ഒരിക്കൽ കൂടി ഈ ട്രസ്റ്റിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എം ഡി ഏൽപ്പിച്ചിരിക്കുന്ന അനന്തത അല്ലെങ്കിൽ അനശ്വരതയിൽ നിന്ന് കിട്ടിയ ഈ കമാൻഡ്, ഈ കൽപ്പന ഏറ്റവും ഹൃദയപൂർവ്വം, നന്ദിപൂർവ്വം, വിനയപൂർവ്വം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.